നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. നയൻതാര നായികയായ അന്നപൂരണി ദ ഗോഡ് ഓഫ് ഫുഡ് എന്ന തമിഴ് സിനിമയെ ഹിന്ദു മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നു എന്ന പരാതിയിൽ മുംബൈ പോലീസ് കേസെടുത്തു. നയൻതാര സിനിമയുടെ സംവിധായകൻ നീലേഷ് കൃഷ്ണ, നായകൻ ജയ് എന്നിവരുടെയും നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും പേരിലാണ് കേസ്. ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നതും ഹിന്ദു മതത്തെ അവഹേളിക്കുന്നതുമാണ് സിനിമ എന്ന് കാണിച്ച രമേശ് സോളങ്കിയാണ് മുംബൈയിൽ LT മാർഗ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ക്ഷേത്ര പൂജാരിയുടെ മകൾ ഹിജാബ് ധരിച്ച് നിസ്കരിക്കുന്നതും ബിരിയാണി വെക്കുന്നതുമായ ദൃശ്യങ്ങൾ സിനിമയിലുണ്ട്. ശ്രീരാമനും സീതയും മാംസഭക്ഷണം കഴിച്ചിരുന്നുവെന്ന് സിനിമയിലെ നായകൻ പറയുന്നു. പൂജാരിമാരുടെ കുടുംബത്തിലെ പെൺകുട്ടി പ്രേമിക്കുന്നത് മുസ്ലിം ചെറുപ്പക്കാരനെയാണ്. ഇവയെല്ലാം ഹിന്ദു മതവിശ്വാസങ്ങളുടെ വികാരം വ്രണപ്പെടുത്തുന്നു എന്നാണ് സോളങ്കിയുടെ ആരോപണം. സിനിമയിലെ ഒരു രംഗത്തിൽ പാചക മത്സരത്തിന് മുൻപ് സ്കാർഫ് കൊണ്ട് തലമറച്ച ഇസ്ലാമിക വിധി പ്രകാരം നിസ്കരിക്കുന്നുണ്ടെന്നും പാചകം ചെയ്യുന്നതിന് മുൻപ് നമസ്കരിക്കുമ്പോൾ തന്റെ ബിരിയാണിക്ക് അസാധാരണമായ രുചി ഉണ്ടായിരുന്നുവെന്ന് കോളേജിലെ ഒരു സുഹൃത്ത് നയൻതാരയുടെ കഥാപാത്രത്തിനോട് പറയുന്ന രംഗമുണ്ടെന്നും ഹിന്ദു IT സെൽ ആരോപിക്കുന്നു. ഈ രംഗങ്ങളെല്ലാം ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നാണ് ആരോപണം. ഷെഫ് മോഹവുമായി നടക്കുന്ന ക്ഷേത്ര പൂജാരിയുടെ മകളുടെ റോളിലാണ് നയൻതാര എത്തുന്നത്. നോൺ വെജ് ഭക്ഷണങ്ങൾ ഉൾപ്പെടെയുള്ള പാചകം ചെയ്യുന്ന നടി സ്വപ്നയാത്രക്കിടയിൽ ഒരുപാട് വെല്ലുവിളികളും ഭീഷണിയും നേരിടുന്നുണ്ട്. ഒരു പാചക മത്സരത്തിന് മുൻപ് തലമറച്ച നടി നമസ്കരിക്കുന്ന രംഗവും ചിത്രത്തിലുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഹിന്ദു IT സെൽ ഉൾപ്പെടെ ചിത്രത്തിനെതിരെ രംഗത്തെത്തിയത്. ഭക്ഷണത്തെയും പാചകത്തെയും ഇതിവൃത്തമാക്കിക്കൊണ്ട് അന്നപൂരണി ദ ഗോഡ് ഓഫ് ഫുഡ് എന്ന ചിത്രത്തിലൂടെയാണ് നീലേഷ് കൃഷ്ണ ആദ്യമായി സംവിധാന രംഗത്തേക്ക് എത്തുന്നത്. പൂർണ്ണമായും കോമഡി എന്റർടൈനർ പശ്ചാത്തലത്തിൽ ഇറങ്ങുന്ന സിനിമ ചെന്നൈയിലും തിരുച്ചിയിലുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. തമൻ S സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രം കൂടിയാണിത്. തിരുച്ചിയിലെ ശ്രീരംഗത്തെ യാഥാസ്ഥിക കുടുംബത്തിൽ നിന്നുമുള്ള നയൻതാരയുടെ കഥയാണ് ചിത്രം പറയുന്നത്. സിനിമയിൽ ഉടനീളം ഒരു പ്രൊഫഷണൽ ഷെഫ് ആകാനുള്ള അവളുടെ സ്വപ്നത്തെയും സാക്ഷാത്കരിക്കാനുള്ള കഥാപാത്രത്തിന്റെ യാത്രയുമാണ് സിനിമയിലൂടെ അവതരിപ്പിക്കുന്നത്. ആഗ്രഹം സാക്ഷാത്കരിക്കാൻ വേണ്ടി അവൾ നേരിടുന്ന തടസ്സങ്ങൾ എങ്ങനെ മറികടക്കുന്നുവെന്നും സിനിമയിലൂടെ കാണിക്കുന്നു. നയൻതാരയെ കൂടാതെ 2013 അറ്റ്ലി സംവിധാനം ചെയ്ത രാജാ റാണി എന്ന ചിത്രത്തിന് ശേഷം നയൻതാര ജയ് ജോഡി വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. ഈ പാചക കഥയിൽ ഒരു അയ്യങ്കാർ കുടുംബത്തിൽ താമസിക്കുന്ന അന്നപൂരണി എന്ന നയൻതാരയുടെ കഥാപാത്രം പാർവതി ദേവിയുടെ പ്രകടനത്തെ പ്രതീകപ്പെടുത്തുന്നു. ഒരു പരമ്പരാഗത കുടുംബത്തിൽ പെട്ടതാണെങ്കിലും സ്വഭാവം മാനദണ്ഡങ്ങളെ ധരിക്കുന്നു, ഉൾക്കൊള്ളുന്ന വിഷയത്തെ പ്രതിനിധീകരിക്കുന്നു, യാഥാസ്ഥികതയിൽ നിന്നും മുക്തമാകുന്നു. അവളുടെ അതുല്യവും അതിരുകൾ വിരുദ്ധവുമായ വീക്ഷണത്തിന് ഊന്നൽ നൽകുന്ന നയൻതാരയുടെ 75ാം ചിത്രമായിരുന്നു അന്നപൂരണി. ഡിസംബർ 1 തിയേറ്ററിൽ പ്രദർശനത്തിനെത്തിയ ഈ സിനിമ ഇപ്പോൾ 29 നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തിട്ടുമുണ്ട്.